CPM മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിച്ചു. അത്ഭുതങ്ങളില്ല, പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഇന്ന് ഇപ്പൊ PBയിൽ പോളിറ്റ് ബ്യൂറോയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ നോക്കൂ, പത്തനംതിട്ടയിൽ നിന്ന് ഇന്ന് കേട്ട വിവരം പിണറായിയെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഉയരുകയാണ്. കണ്ണൂരിൽ നിന്ന് നോക്കൂ, ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പറഞ്ഞ് MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാനത്തുടനീളം അത് ബാധിച്ചുവെന്ന് ശബ്ദങ്ങൾ ഉയരുകയാണ്. ഇവിടെ VD സതീശനെ ജനങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നുണ്ടോ? അല്ല ആര്യ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന്, പ്രതിപക്ഷ നേതാവായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല എന്നുള്ള താങ്കളുടെ പ്രയോഗം കറക്റ്റാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. അവർക്ക് അതിനപ്പുറത്തൊരു നേതാവില്ല. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന LDFന്റെ 35 MLA-മാരിൽ CPM-ന്റെ MLA-മാരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-26 പേരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പേരിൽ ആരാണ് പിണറായി വിജയൻ അല്ലാതെ പ്രതിപക്ഷ നേതാവാകാൻ ഉള്ളത്? ആരുമില്ല. അതായത് പിണറായി വിജയന്റെ 10 വർഷക്കാലം കൊണ്ട് CPM-നും കേരളത്തിലെ LDF-നും സംഭാവന ചെയ്തത്, അതായത് പിണറായി വിജയന് ശേഷം ശേഷിയുള്ള ഒരു നേതാവിനെ വാർത്തെടുക്കാൻ പോലും ആ സംഘടനയ്ക്കും മുന്നണിക്കും കഴിയാതെ പോയി. അതുകൊണ്ടാണ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് തോറ്റു തൊപ്പിയിട്ട് വാടക വീട്ടിലേക്ക് പോയ പിണറായി വിജയനെ വിളിച്ചു കൊണ്ടുവന്ന് കന്റോൺമെന്റ് ഹൗസിൽ ഇരുത്തി പ്രതിപക്ഷ നേതാവാക്കി അവർ വാഴിക്കുന്നത്. മറിച്ച് ഒരു നേതാവിനെ കാണാനില്ല. അവർ ഫ്ലെക്സിൽ എഴുതി വെച്ചത് കറക്റ്റാ. മറ്റാരുണ്ട് പിണറായി വിജയൻ അല്ലാതെ? മറ്റാരുമില്ല. ഒരു കൊള്ളാവുന്ന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ SFI-ക്കാർ പറയുന്ന 10 വർഷം മിണ്ടാതിരുന്ന ഞങ്ങൾ ഇനി മിണ്ടുവെന്നാ. 10 വർഷക്കാലം SFI, DYFI, CPM പോലെയുള്ള സംഘടനകൾ, സമര സംഘടനകളെന്ന് അഭിമാനിച്ചിരുന്നവർ സമരം മറന്ന് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ട് സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പത്തനംതിട്ടയിലെയും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായി വിജയന്റെ തെറ്റുപറ്റിപ്പോയി, പാർട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് തെറ്റായിപ്പോയി, തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നു. ഞാൻ അതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന് വിചാരിക്കുന്നില്ല ആര്യ. അതിലെന്താ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സങ്കടങ്ങളും വിലാപങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് ഓംബ്ര ഓംബ്ര എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഇപ്പോൾ തിരുത്താൻ വേണ്ടി പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നത്. പിണറായി വിജയൻ മാത്രമല്ല ഈ കേസിൽ ഒറ്റ പ്രതി. പിണറായി വിജയൻ ഏകാധിപതിയായി തുടർന്നപ്പോൾ സർവ്വ തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അതിന് മുദ്രാവാക്യം വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ എതിർക്കുന്ന മനുഷ്യരെ ആക്ഷേപിച്ച മുഴുവൻ ആളുകളും ഏകാധിപത്യ മനസ്സുള്ളവരാണ്. അതിനെതിർത്ത് പുറത്തു വന്നത് കൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള മനുഷ്യർ അത്ര ശാന്തമായിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നത്. ഒരു ബഹളങ്ങളുമില്ലാതെ, ആൾക്കൂട്ട അക്രമം നടത്താതെ, ആളുകളെ വെട്ടിക്കൊല്ലാതെ, ആളുകളെ ആക്രോശിക്കാതെ ശാന്തനും സ്വസ്ഥവുമായിട്ട് ആ മനുഷ്യൻ നിയമസഭയിലേക്ക് പോകുന്നില്ലേ? പയ്യന്നൂരിൽ നിന്ന് TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ നിന്ന്, അമ്പലപ്പുഴയിൽ നിന്ന് G സുധാകരനൊക്കെ നിയമസഭയിലേക്ക് പോകുന്നത്, അത് കൊടുക്കുന്നത് ആ പാർട്ടിക്കകത്ത് വിശ്വസിച്ച് നിന്ന മനുഷ്യരുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കാത്ത കുറെ മനുഷ്യർ ഇവരെ പിന്തുണച്ചത് കൊണ്ടാണ്. കോൺഗ്രസ്സുകാരനെ മാത്രം വോട്ട് കൊണ്ടല്ല. എന്നിട്ടും ഇവർക്കെതിരെ മത്സരിച്ച രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവർക്കടക്കം വീണ്ടും ചിഹ്നത്തിൽ നോക്കി മാത്രം വോട്ട് ചെയ്ത മനുഷ്യർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് അതിനെ ന്യായീകരിച്ച CPM-ന്റെ സഖാക്കന്മാർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയില്ലാത്തൊരു കൂട്ടമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം CPI-യുടെ നേതാക്കന്മാർ തിരുത്തൽ വരുത്തും എന്നൊക്കെ പറയുന്നു. ഇവരെവിടെയായിരുന്നു 10 വർഷക്കാലം? അല്പം മുമ്പ് ഷിബു മീരാൻ ഓർമ്മപ്പെടുത്തിയില്ലേ ആശാവർക്കർമാരുടെ കാര്യം? ആ പാവപ്പെട്ട സ്ത്രീകൾ 266 ദിവസം സെക്രട്ടേറിയറ്റിന് പുറത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തപ്പോ മഴയത്ത് വലിച്ചു കെട്ടി ടാർപോളിൻ ഷീറ്റ് വെട്ടിക്കളഞ്ഞ ആഭ്യന്തര വകുപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തിരക്കിലായിരുന്നു CPI അടക്കമുള്ള ഘടകകക്ഷികൾ. ആ പാവപ്പെട്ട മനുഷ്യർ ഈ ആരോഗ്യ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് സകല പണിയും എടുത്ത് 10-21 മണിക്കൂർ പണിയെടുത്ത് കഷ്ടപ്പെട്ടവർ അവരുടെ നിത്യ ചെലവിനുള്ള തുക ചോദിച്ച് സമരം ചെയ്തപ്പോ അവരെ കാണാതെ തിരിഞ്ഞു നോക്കാതെ പോയ ആളുകൾ പിണറായി വിജയൻ മാത്രമല്ല, ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. ഇവരെ ആക്ഷേപിച്ചത് പിണറായി വിജയൻ മാത്രമല്ല, CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ തിരുത്തൽ വരുത്തേണ്ടത് ഒരു സംവിധാനത്തിന് മൊത്തമാണ്. ആ സംവിധാനം മൊത്തം തിരുത്തൽ വരുത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല ഒരു ഇടതുപക്ഷ സംസ്കാരം
പരിഷ്കാരം കേരളത്തിൽ ഉണ്ടാകുള്ളൂ. അതിന് പകരം മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ തെരുവുകൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോലീസുകാരുടെ മെക്കെട്ട് കയറാൻ വരുന്ന, സ്വിച്ചിട്ടാൽ അപ്പ വരുന്ന സമര സംഘടനയായിട്ടല്ല ഇവർ വരേണ്ടത്. തിരുത്തൽ വരുത്തേണ്ടത് ആത്മപരിശോധന നടത്തിക്കൊണ്ടാ. ഓരോ CPM-കാരനും ഇന്നും CPM-ൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഓരോ CPM-കാരനും ഒറ്റയ്ക്കെങ്കിലും ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നും ചോദിക്കണം, ഞാൻ എന്തായിരുന്നു എന്റെ നിലപാടെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം. പിണറായി വിജയനെ പിന്തുണയ്ക്കാനല്ലാതെ ജനാധിപത്യപരമായിട്ട് ആ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ ആർക്കെങ്കിലും ശേഷി ഉണ്ടായിരുന്നോ? അങ്ങനെ ശേഷി ഉണ്ടായിരുന്ന മനുഷ്യരാ ഈ നമ്മളൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അതുപോലെയുള്ള G സുധാകരനെ പോലുള്ള മനുഷ്യർ. അവരെ കൂടി ആക്ഷേപിക്കുന്ന തരക്കിൽ ഈ മനുഷ്യരുടെ പുസ്തകം ഏറ്റുവാങ്ങുന്നവരുടെ വീട് ആക്രമിക്കുക, വീട്ടിന്റെ പടിക്ക കൊണ്ടുപോയി റീത്ത് വെക്കുക, ബൈക്ക് കത്തിക്കുക, ആക്രമിക്കുക, പേരെഴുതിയ മതിൽ പൊളിക്കാൻ വരെ നടന്ന ആളുകൾ ഇന്ന് പിണറായി വിജയൻ ഒറ്റ പ്രതിയാണെന്ന് പറഞ്ഞ് കുറ്റവിചാരണ നടത്തുന്നതിൽ ഒരു തരത്തിലും നമുക്കൊരു ഇടതുബോധം കാണാൻ പറ്റില്ല. ഇവർ 10 വർഷക്കാലം ഫാസിസ്റ്റിനേക്കാൾ വലിയ ഫാസിസ്റ്റ് മനോഗതിയോടുകൂടിയാണ് ഈ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ കാണുന്നില്ല. നമുക്ക് കാണാം, പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് കൂടി പരിശോധിച്ചിട്ട് നമുക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. യാത്ര അത് ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും ആകർഷം ആയ വാഗ്ദാനമായിരുന്നു. സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ അതിനെതിരെ സമരം വരികയാണ്. ആ സമരത്തെയൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഒരു പ്രതിഷേധത്തിന് വേണ്ടി പ്രതിഷേധമാണോ, അതോ നിങ്ങൾ പറഞ്ഞു മെയ് 15 എന്നൊരു തീയതി പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, അപ്പം അർഹതപ്പെട്ടത് ചോദിക്കുകയാണോ അവർ? തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് നമ്മൾ എന്ത് മറുപടി പറയാനാ? പെട്രോളിന് എത്ര രൂപ വർദ്ധിപ്പിച്ചെന്ന് ഇവർക്കറിയില്ല, ഡീസലിന് എത്ര വർദ്ധിപ്പിച്ചെന്നറിയില്ല, CNGക്ക് എത്ര വർദ്ധിപ്പിച്ചെന്നറിയില്ല. ഗ്യാസ്, ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാചകവാതക ഗ്യാസ്, മറ്റേ കൊമേഴ്സ്യൽ ഹോട്ടലുകളൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിക്കോട്ടെ, അതിന്റെ വില വർദ്ധിച്ചത് ഇവർക്കറിയില്ല. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് KSRTCയിൽ കയറി ഓസിന് യാത്ര ചെയ്തിട്ട് ആ കണ്ടക്ടറുടെ കാശ് കളയാൻ നടക്കുന്നവര് വെറുതെ അല്ല ഇവരൊക്കെ മറ്റേ BJP ചെന്ന് ചേർന്നത്. ഓരോരുത്തരും എത്തുന്ന ഇടം അവർക്ക് ഏറ്റവും യോജിച്ച ഇടമാണെന്ന് അന്വർത്ഥമാക്കുന്ന ഒരു സമരമാണ്. ഇവർക്കൊന്നും യാതൊരു തരത്തിലും സാമൂഹ്യ ബോധവുമില്ല, രാഷ്ട്രീയ ബോധ്യവുമില്ല, സർക്കാരിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ബോധ്യം പോലും ഇല്ലാത്ത ആളുകളാണ്. പറ്റുമെങ്കിൽ ഈ ജന്മഭൂമിയൊക്കെ ഒന്ന് മാറ്റി കൊള്ളാവുന്ന കുറച്ച് പത്രവും വായിച്ച് ആ ജനൻ TV മാറ്റി വേറെ ഏതെങ്കിലും ചാനലുകളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം ഇവരോട് സജസ്റ്റ് ചെയ്യാനുണ്ട്. എന്തിനാ ഇവർ സമരം ചെയ്യുന്നത്? ഇറാനിലേക്ക് ഇസ്രായേലൊക്കെ കൂടി ബോംബിട്ടപ്പോൾ പറഞ്ഞു നന്നായി, ഇറാൻ ഒരെണ്ണം കിട്ടട്ടെ, മുസ്ലിം രാഷ്ട്രമല്ലേ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇറാനിലും ഇസ്രായേലും തമ്മിൽ അവരുടെ സൗകര്യം പോലെ ബോംബൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഗ്യാസ് കിട്ടാണ്ടായപ്പോൾ ഒരു മറുപടിയില്ല. ഡോളറിന്റെ വില കൂടി, രൂപയുടെ മൂല്യം ഇടിഞ്ഞു, സകല സാധനത്തിനും വില കയറി. ഒന്നും കാണാത്ത കുറെ ആളുകൾ, എന്താ മഹിളാ മോർച്ചയോ, അവരിങ്ങനെ റോട്ടിലിറങ്ങി വെയിൽ കൊള്ളുന്നു, ബസ്സിൽ കയറി കാശ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നു. എന്ത് സമരമാണ്? എന്താ അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ സ്വന്തം കുട്ടികൾക്ക് അവരെ ട്രോളാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ആ കുട്ടികളുടെ മുമ്പിൽ അവർ മോശക്കാരാകുകയല്ലേ? ആ കുട്ടികളൊക്കെ അത്യാവശ്യം സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിദ്യാഭ്യാസം വിവരമുള്ള കുട്ടികളാണ്. BJP-കാരുടെ മക്കളാണെങ്കിലും വിവരമില്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിവരമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. സ്വാഭാവികമായിട്ട് ആ കുട്ടികളുടെ മുമ്പിൽ ഇവർക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഒരു സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ വന്നിരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെന്ന്. ആ മോദിജി പണ്ട് പറഞ്ഞ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന കള്ളപ്പണം 15 ലക്ഷം രൂപ വെച്ച് ഓരോ ഇന്ത്യക്കാരനെ പോക്കറ്റിലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കിട്ടിയോ എന്ന് ചോദിച്ചില്ല. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. ഗ്യാസ് വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല. ഈ കേരളത്തിലെമ്പാടും ആയിരക്കണക്കിന് ഹോട്ടലുകൾ പൂട്ടിപ്പോയി. പാവപ്പെട്ട മനുഷ്യർക്ക് റോട്ടിലിറങ്ങി ഒരു കാലിച്ചായ മേടിച്ചു കുടിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് പോവുക. അപ്പൊ ആ ഗതികേടിലേക്ക് പോകും. ഇതൊന്നും കാണാത്ത കുറെ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ അറിയാം? അല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഒരു ശക്തമായ ഇടതുപക്ഷം മാത്രമല്ല ഞങ്ങൾ കൂടി ഉണ്ട് എന്ന് അവർ അറിയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? തവണ നിയമസഭയിൽ 3 പേരുണ്ടല്ലോ. തീർച്ചയായിട്ടും 3 പേര് അല്ല 3 പേര് ഉള്ളപ്പോ ഇതാണ് അവസ്ഥ. അല്ല, ഞാൻ പറഞ്ഞത് ആ 3 പേർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതിൽ 2 പേര് കേന്ദ്രമന്ത്രിമാരായിരുന്നു. അല്ല, ഒരു കേന്ദ്രമന്ത്രി മറ്റേ പെട്രോളിന്റെ വില കൂടിയ കഥ പറഞ്ഞത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ നിലവാരം അത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ വക പൊറാട്ട് നാടകം കാണിക്കുന്നതിനെയല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരം ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോ ഇന്ദിരാ ഗ്യാരണ്ടി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇന്ദിരാ ഗ്യാരണ്ടി കിട്ടാത്തത് ഒരു സാധാരണക്കാരന്റെ പ്രശ്നമായിട്ടില്ല. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഗ്യാരണ്ടി എവിടെ എന്ന് ചോദിച്ച് സമരം ചെയ്യേണ്ടത്. അതിനു പകരം ഇപ്പോ സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്യാസ് കിട്ടാത്തത്, കിട്ടുന്ന ഗ്യാസിന്റെ വില കൂടുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നത്, വണ്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അടക്കം നമ്മളോട് പറയുന്ന സാഹചര്യം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നത്, ഇതൊന്നും കാണാത്ത കുറെ ആളുകൾ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയേക്കാണ്. ബസ്സിൽ കയറി കാശ് കൊടുക്കാതെ യാത്ര ചെയ്തിട്ട് സമരമാണ് അത്രേ. ആദ്യം ഈ സമരം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി സ്വാതന്ത്ര്യ സമരം ചെയ്തപ്പോ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ചരിത്രമുള്ളവര് ആദ്യം ഒന്ന് പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചു പഠിക്കുന്നതാ. സമരം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്നും അപ്പൊ ഈ മഹിളാ മോർച്ചക്കാർക്കൊക്കെ മനസ്സിലാകും.